ഹലോ, കുറച്ച് കേക്കിൻ്റെ വർക്ക്സ് ഉണ്ടായാലോ. അപ്പോൾ ഇത് വന്നിട്ട് റെഡ് വെൽവെറ്റ് ആയിരുന്നു. ഇതിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഞാൻ അവസാനം കൊടുത്തേക്കാം വീഡിയോടത്. ഇത് ഞാൻ നല്ലപോലെ ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തൊരു കേക്കായിരുന്നു. നമ്മുടെ വീടിനടുത്ത് തന്നെ കൊടുക്കാനുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഫസ്റ്റ് ലെയർ വെച്ചു, സെക്കൻഡ് ലെയർ വെച്ചു, ഫില്ലിങ്സ് ഒക്കെ കൊടുത്തു, ക്രം കോട്ട് ചെയ്തു, സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചേട്ടൻ അനിയൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ഒരു കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആ കേക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് വന്നു. ബട്ടർ സ്കോച്ച് കേക്കിനുള്ള പ്രളയനും ബട്ടർ സ്കോച്ചിൻ്റെ സോസും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതാണ് കേട്ടോ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാവേ. അങ്ങനെ ആ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉണ്ടായിരുന്നത് ഒരു ബാപ്റ്റിസം കേക്കായിരുന്നു. അത് പള്ളിയിലേക്ക് എത്തിക്കാനുള്ളതായിരുന്നു. അതിലൊരു ക്രോസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തൊരു കേക്കായിരുന്നു കേട്ടോ. അവർ തന്നെ എനിക്കൊരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പീച്ച് കളറുള്ള ഫ്ലവേഴ്സ് ചേന്നങ്കരി എന്ന് പറഞ്ഞൊരു പള്ളിയിലോട്ടായിരുന്നു കൊടുക്കേണ്ടത്. പിന്നെ ഇത് വന്നിട്ടൊരു പിസ്ത കേക്കായിരുന്നു 1 kg ഇത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.